ശബരിമലയിൽ വിശ്വാസികൾ കണ്ണീരോടെ അർപ്പിച്ച കാശും കനകവും UDFന്റെ ഭരണകാലത്ത് സംഘടിതമായി കവർച്ച ചെയ്യപ്പെട്ടുവെന്ന ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഇന്നലെ പുറത്തുവന്നത്. ദേവസ്വം ബോർഡിന്റെ മുൻ ചീഫ് വിജിലൻസ് ഓഫീസർ വി ഗോപാലകൃഷ്ണൻ ഒരു ചാനൽ അഭിമുഖത്തിലൂടെ നടത്തിയ തുറന്നു പറച്ചിൽ UDFന്റെ ഭരണ നൈതികതയെയും വിശ്വാസ്യതയെയും ഗുരുതരമായി ചോദ്യം ചെയ്യുന്നുണ്ട്. ശബരിമലയിലെ കാണിക്ക വരുമാനത്തിൽ നിന്ന് ദിവസേന 85 ലക്ഷം മുതൽ 1 കോടി രൂപ വരെ ലഭിച്ചിരുന്നപ്പോൾ അതിൽ നിന്ന് 15 ലക്ഷം മുതൽ 25 ലക്ഷം രൂപ വരെ ക്രമബദ്ധമായി കടത്തപ്പെടുകയായിരുന്നുവെന്നാണ് വി ഗോപാലകൃഷ്ണൻ പറയുന്നത്. കാണിക്ക എണ്ണ നിയോഗിച്ചിരുന്ന 3 ദിവസവേതന ജീവനക്കാർ ചേർന്ന് 40 ലക്ഷം രൂപ അടിവസ്ത്രത്തിനുള്ളിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിക്കുമ്പോൾ വിജിലൻസ് പിടികൂടിയ സംഭവവും അദ്ദേഹം വിശദമായി പറയുന്നുണ്ട്. ഇത് ഒറ്റപ്പെട്ട മോഷണമൊന്നുമല്ല, സംഘടിത സാമ്പത്തിക കവർച്ചയാണെന്ന് ഈ വെളിപ്പെടുത്തലുകൾ വ്യക്തമാക്കുന്നുണ്ട്. ശബരിമലയിലെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്ന ധനലക്ഷ്മി ബാങ്കിന് പണം കടത്തുന്നതിൽ പങ്കുണ്ടെന്ന ഗുരുതര ആരോപണവും മുൻ വിജിലൻസ് മേധാവി ഉന്നയിച്ചിട്ടുണ്ട്. ഇത് തടയാൻ ബാങ്ക് അധികൃതർക്ക് കഠിനമായ താക്കീത് നൽകുകയും ഹൈ ഡെഫിനിഷൻ ക്യാമറകൾ സ്ഥാപിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തതായും അദ്ദേഹം പറയുന്നുണ്ട്. എന്നാൽ ക്യാമറകൾ സ്ഥാപിച്ചിട്ടും 5 മുതൽ 10 മിനിറ്റ് വരെ ക്യാമറകൾ ഓഫ് ചെയ്ത് പിന്നെയും തട്ടിപ്പ് തുടർന്നുവെന്ന വിവരം പിന്നീട് അറിയാൻ സാധിച്ചതായും വി ഗോപാലകൃഷ്ണൻ വ്യക്തമാക്കുകയാണ്. കാണിക്ക എണ്ണൽ നിരീക്ഷിക്കാൻ 50 യുവ പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിക്കണമെന്ന വിജിലൻസിന്റെ നിർദ്ദേശം ഒരു മുതിർന്ന IPS ഉദ്യോഗസ്ഥൻ ശക്തമായി എതിർത്തതും ഗൗരവമുള്ള സംശയങ്ങൾ ഉയർത്തുന്ന കാര്യമാണ്. ഹൈക്കോടതിയുടെ ഇടപെടൽ ചൂണ്ടിക്കാട്ടി വിജിലൻസ് ഉറച്ചു നിന്നതിനാലാണ് പോലീസ് വിന്യാസം സാധ്യമായതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. എന്തിനായിരുന്നു ഈ എതിർപ്പ്? ആരെ സംരക്ഷിക്കാനായിരുന്നു ആ ശ്രമം? ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ UDF നേതൃത്വം ബാധ്യസ്ഥരാണ്. ശബരിമല വെറും ഒരു ക്ഷേത്രമല്ല, ലക്ഷക്കണക്കിന് വിശ്വാസികളുടെ ആത്മീയ കേന്ദ്രമാണ്. അവിടെ അർപ്പിച്ച ഓരോ രൂപയും അയ്യപ്പനുള്ള നിവേദ്യമായിരിക്കെ അതിനെ ഭരണകൂടത്തിന്റെ നിഴലിൽ കവർച്ച ചെയ്തുവെങ്കിൽ അത് വെറും സാമ്പത്തിക കുറ്റമല്ല, വിശ്വാസികളോടുള്ള ക്രൂരമായ വഞ്ചനയാണ്. ഇത്രയും ഗുരുതരമായ ആരോപണങ്ങൾ ഒരു മുൻ വിജിലൻസ് മേധാവി തുറന്നു പറഞ്ഞിട്ടും UDF നേതൃത്വം ഇതുവരെ വ്യക്തമായ മറുപടി നൽകാത്തത് കുറ്റസമ്മതമായിട്ടാണ് പൊതുസമൂഹം വായിക്കുന്നത്. ശബരിമല കൊള്ളയിൽ യഥാർത്ഥത്തിൽ ആരൊക്കെ പങ്കാളികളായിരുന്നു? ആർക്കെല്ലാം രാഷ്ട്രീയ സംരക്ഷണം ലഭിച്ചു? എത്ര കോടി രൂപയാണ് വിശ്വാസികളിൽ നിന്ന് കവർന്നത്? ഇതിന് മറുപടി പറയാതെ UDFന് മുന്നോട്ട് പോകാനാകില്ല.